ഹായ് നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും GTV മെഗാ 2024 റൺ മാവേലി റണ്ണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തുടക്കത്തിൽ തന്നെ തിരുവോണ ആശംസകൾ ഞങ്ങൾ അറിയിക്കുകയാണ്. അപ്പോൾ ഈ പ്രോഗ്രാം എന്താണ് മെനു ഒന്ന് പറയാമോ? എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ നമ്മുടെ ഈ പ്രോഗ്രാമിനെ കുറിച്ച്? എന്താ എപ്പോഴും പോലെ അല്ലേ, 2 ടീം വരും, അവർക്കുള്ളിൽ എന്തായാലും ഇന്നത്തെ പ്രോഗ്രാം അങ്ങനെയല്ല കേട്ടോ. നമ്മൾ കുറച്ച് ഡാൻസും കുറച്ച് പാട്ടും പിന്നെ കുറച്ച് മീനു പറഞ്ഞതുപോലെ കുറച്ച് നമ്മുടെ ഒരു 2 ടീമുണ്ട്. ഇവിടെ 2 ടീമിൻ്റെയും കുറച്ച് കുസൃതിയും കുറച്ച് ഫൈറ്റും ഒരു വടംവലിയും ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ പ്രോഗ്രാം ആസ്വദിക്കാമല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാമിലെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ വിളിക്കണ്ടേ? പിന്നെ അതെ, തീർച്ചയായും അവരാണ് ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൻ്റെ മെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ടീം മെമ്പേഴ്സിനെ പരിചയപ്പെടുത്താം. ആദ്യം ടീം എനെ വിളിക്കാം. അതെ, അപ്പോൾ ടീം എ, കം ഓൺ. അപ്പോൾ ഇതാണ് നമ്മുടെ ടീം എ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇവർക്കൊരു ഫൈറ്റേഴ്സ് വേണ്ടേ അല്ലേ? നിങ്ങൾക്ക് തോന്നില്ലേ നിങ്ങൾക്ക് ഒരു എതിരാളി വേണ്ടേ? അതിശക്തനായിട്ടുള്ള ഒരു എതിരാളിയാണ് ഇവർക്ക് വേണ്ടിയിട്ട് വരുന്നത്. ടീം ബി എ ഞങ്ങൾക്ക് സ്വാഗതം ചെയ്യാം. ഓക്കെ, വെൽക്കം ടീം ബി. ഇതാണ് നമ്മുടെ ടീം എയും ബിയും. പക്ഷേ ഈ എയും ബിയും എന്ന് പറയുന്നതിൽ ഒരു സുഖമില്ല അല്ലേ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അതിൽ ഒരു ഇല്ല. അപ്പോൾ നമുക്ക് പേരൊന്ന് ചേഞ്ച് ചെയ്താലോ? എന്താണ്, ഞങ്ങൾ പേരിടുന്നോ നിങ്ങൾ തന്നെ ഇടാവോ? ഓക്കെ, അപ്പോൾ എന്താണ് നിങ്ങൾക്കൊരു ഗസ് കാണുമല്ലോ? എന്താണ്? തുടക്കത്തിൽ തന്നെ ടീം തല്ലിപ്പൊളിയും കിടക്കാച്ചി. അപ്പൊ നമുക്ക് എന്തായാലും ഇവരെ ഒന്ന് പരിചയപ്പെടണ്ടേ എന്തായാലും? ഓക്കെ, യോയോ അറിയില്ല കേട്ടോ, അതുകൊണ്ടാണ് വിളിച്ചത്. എന്തായാലും നമുക്ക് ഇവരെ പരിചയപ്പെടാം. ഓക്കെ, ഇതെന്താണ് ദിവസം എന്നറിയാവോ? ഓണത്തിന്റെ അതാണ് നമുക്കറിയില്ല. ഓണത്തിന്റെ എന്താ? അപ്പോൾ എന്തായാലും ഇവര് തുടക്കത്തിലെ പറഞ്ഞ പേരിപ്പോ മനസ്സിലല്ലേ, തല്ലിപ്പൊളി. എന്തായാലും അത് നന്നായി വരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ആളിനെ പരിചയപ്പെടാം. ഓക്കെ, ഇല്ല പരിചയപ്പെട്ടില്ല. ശരി, ഓക്കെ, പരിചയപ്പെട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ എന്തായാലും ഒന്നുകൂടെ പരിചയപ്പെടാം. ഓക്കെ, റെഡി, പരിചയപ്പെടുത്തും. എന്റെ പേര് അക്കു. ഞാൻ ഇതേപോലെ ഞാൻ പറയട്ടെ. പറഞ്ഞോളൂ. റൂബക്സ് എന്ന് പറഞ്ഞ മോഡലിംഗ് കമ്പനി നടത്തുന്നുണ്ട്. ഇനി വരുമ്പോൾ ഈ മാസത്തെ 22 മാൾ ഓഫ് ട്രയംഗിൾ വെച്ചിട്ട് നമ്മുടെ ഷോ നടപ്പുണ്ട്. അപ്പോൾ ഇദ്ദേഹം എന്തായാലും ഒരു മോഡലിംഗ് കമ്പനി ഇട്ടേക്കുന്നു. അപ്പോൾ എന്തായാലും ഇദ്ദേഹത്തിന് ഒരു റാം ഷോ ഒക്കെ ഉണ്ടാവും അല്ലേ? എന്തായാലും ഉണ്ടാവും. ഒറ്റയ്ക്കാണോ ടീമായിട്ടാണോ? ഓക്കെ, അപ്പൊ എന്താണ് ആഗ്രഹം? എന്താണ്, തല്ലിപ്പൊളി മൊത്തം വേണമെന്നാണോ ഒറ്റയ്ക്ക് വേണമെന്നാണോ? ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് തല്ലിപ്പൊളിയെ പരിചയപ്പെടാം. ഓക്കെ, എൻ്റെ പേര് ഷംന, ഞാൻ ബ്യൂട്ടീഷ്യൻ ആണ്. എല്ലാവർക്കും എൻ്റെ ഹാപ്പി ആണ്. ഓക്കെ, ഇത്രേ ഉള്ളൂ. ബാക്കി നമുക്ക് എന്തായാലും കുറച്ച് പവർഫുൾ ആവണ്ടേ. തല്ലിപ്പൊളി ടീമിലെ അടുത്ത മെമ്പേഴ്സിനെ പരിചയപ്പെടാം. എൻ്റെ പേര് ഉമ, ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. ഇയാൾ ആരെന്നും നമുക്കറിയില്ല. ശരി, ഹാപ്പി ഓണം. അപ്പൊ ശരി, ഹാപ്പി ഓണം എന്നാണ് പറയുന്നത്. എൻ്റെ പേര് സോണിയ ആണ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണം. ചെറിയ വാക്കുകളിൽ ഒതുക്കി കളഞ്ഞു. എന്തായാലും നമുക്ക് അടുത്ത മെമ്പറിനെ പരിചയപ്പെടാം. ഓക്കെ, ഞാൻ ഇപ്പുറത്തോട്ട് മാറി നിൽക്കല്ലേ? അല്ല, കുഴപ്പമില്ല, പറഞ്ഞോളൂ. എൻ്റെ പേര് വിദ്യ, ഞാൻ ഇവന്റ് മാനേജ്മെന്റ് വർക്ക് ചെയ്യുന്നു. എല്ലാവർക്കും 2 മെമ്പേഴ്സിന് എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഇവന്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞല്ലേ? അല്ല, എൻ്റെ ഒരു സംശയം, മിക്കവാറും ബോഡി ഗാർഡ് ആയിരിക്കും അല്ലേ? ബോഡി ഗാർഡ് ഉണ്ട്, ഹോസ്റ്റിംഗ് ഉണ്ട്, കോർഡിനേഷൻ ഉണ്ട്. ഓക്കെ, എന്തായാലും ബോഡി ഗാർഡാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? നിങ്ങൾക്ക് കണ്ടിട്ട് എന്ത് തോന്നുന്നു? നമുക്ക് കാണാം, പരിപാടി ഉണ്ടല്ലോ. ഓക്കെ, തീർച്ചയായിട്ടും. വടം വലിയൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇത് ഇയാൾ ഒറ്റയ്ക്ക് നിന്ന് മിക്കവാറും വടം വലിക്കുന്നതാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും തോപ്പിച്ചിട്ട് നമ്മളിന്ന് പോവുള്ളൂ. ഓക്കെ, അപ്പൊ ഈ കോൺഫിഡൻസ് എന്തായാലും പ്രോഗ്രാം 3 വരെ ഉണ്ടായിരിക്കും അല്ലെ? ഒരു ടീമിനെ പരിചയപ്പെട്ടു, ഇനി അടുത്ത ടീമിനെ പരിചയപ്പെടാം. ഓക്കെ മീനു?
പറഞ്ഞോ എന്താ വിശേഷം പറഞ്ഞോ. എൻ്റെ പേര് അനൂപ്. ഞാനൊരു ആർട്ടിസ്റ്റാണ്. അറ്റ് ദ സെയിം ടൈം ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റുമാണ്. പിന്നെ എല്ലാവർക്കും സകലകലാവല്ലവൻ അത് പറഞ്ഞു തീർത്തിട്ട് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഹായ്, എൻ്റെ പേര് കവിത. ഞാനൊരു ആർട്ടിസ്റ്റാണ്. GTVയിലെ എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓക്കെ. ഹായ് ഓൾ, എൻ്റെ പേര് ഷാരു. ഞാൻ മൂവി സീരിയൽ ആർട്ടിസ്റ്റാണ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എൻ്റെ പേര് ജിജി. ഞാൻ മെഡിക്കൽ ടെക്നീഷ്യനാണ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എൻ്റെ പേര് ഗോപിക. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അത്രേ ഉള്ളൂ. എന്തു ചെയ്യുന്നു എന്ന് കൂടെ പറയാമായിരുന്നു. അപ്പോൾ മീനു, എന്തായാലും ഞങ്ങൾ 2 ടീമിനെയും പരിചയപ്പെട്ടല്ലോ. എന്താണ് പിടിച്ചു പറഞ്ഞു പറഞ്ഞു അല്ലെ പറയൂ, എന്താണ്? ഇവിടെ ഒരാളുടെ കുറവുണ്ട്. ഇല്ലല്ലോ, ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ. നിങ്ങൾ ഇവിടെയുണ്ട്, പക്ഷെ മെയിൻ ആയിട്ടുള്ള ഒരാളിന്റെ കുറവുണ്ട്. അത്തപ്പൂക്കളം ഇട്ടിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ സെറ്റും കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. തിരുവോണമായിട്ട് ആരെങ്കിലും? അതെ, തിരുവോണത്തിന്റെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാള് മിസ്സിംഗ് ആണ്. അല്ല, തിരുവോണമായിട്ട് നിങ്ങളെ കിടക്കാച്ചി ടീം നിങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ. മാവേലി അത് ശരിയാണല്ലോ. മാവേലിയോടെ പോയി. അപ്പോൾ എന്തായാലും ഇവര് പറയുന്നത് സംഭവം ശരിയാണ് കേട്ടോ. നമ്മളെല്ലാം സെറ്റ് ചെയ്തു. പക്ഷേ മഹാബലിയുടെ കാര്യം അങ്ങ് വിട്ടുപോയി. പക്ഷെ വിട്ടുപോയതല്ല, നമ്മുടെ മഹാബലി ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് വരവേൽക്കാവോ? പോണതൊക്കെ കൊള്ളാം. അവിടെ വാതിലിട്ടൊന്നും മുട്ടാനും തട്ടാനും ഒന്നും പോകരുത്. പിന്നെ ചിപ്സ് പായസം ഇതൊക്കെ നോക്കി കയറ്റണം. കൊളസ്ട്രോളും ഷുഗറും നോക്കണം. കേരളത്തിൽ മാത്രമേ പോകാവൂ, ഗോവയ്ക്കൊന്നും പോകരുത്, ഞാൻ അറിയും. പിന്നെ കൊട കൊണ്ടുപോകുന്നത് കൊള്ളാം, തിരിച്ചു കൊണ്ടുവരണം, എവിടെയെങ്കിലും വെച്ച് മറക്കരുത്. അപ്പൊ ഹാപ്പി ഓണം. ചെവിയും കണ്ടൂടാ, കണ്ണും കണ്ടൂടാ. ശിവനെ, ഇത് യാത് ജില്ല? നിങ്ങൾക്ക് സന്തോഷമായല്ലോ. നിങ്ങൾ പറഞ്ഞതുപോലെ മഹാബലി തമ്പുരാൻ ഇവിടെ നിൽപ്പുണ്ട്. തമ്പുരാനെ, നമ്മുടെ പ്രജകളെ കണ്ടിട്ട് എങ്ങനെയുണ്ട്? സന്തോഷം തോന്നുന്നുണ്ടോ? പ്രജകളെ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. വർഷത്തിലൊരിക്കലാണ് ഞാൻ ഇവിടെ വരുന്നത്. വരുമ്പോൾ എനിക്ക് ഇതേപോലെ എന്നും പ്രജകളെ കാണാൻ പറ്റണം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഹാപ്പി ആയില്ലേ? പക്ഷെ ഞങ്ങൾ ഹാപ്പി അല്ല. അപ്പൊ നിങ്ങൾ എന്തിനാണ് വന്നത് ഇവിടെ? ഓണം സെലിബ്രേറ്റ് ചെയ്യണമല്ലോ. പക്ഷെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പാട്ട് പഠിപ്പിക്കാം. അതൊരു പോയിന്റ് ആണല്ലേ. എല്ലാവരും ഒന്ന് കുഴിന്നിരിക്കുകയാണ്. ഓണമല്ലേ, ഇന്ന് തിരുവോണമാണ്. എന്ത് പറ്റി? അത് വേണം. തല്ലിപ്പൊളി ടീമിൽ നിന്ന് നമുക്കൊരു തല്ലിപ്പൊളി ഗാനം കേൾക്കാമെന്ന് പറയുന്നു. പക്ഷേ എന്തായാലും അവർ വളരെ മനോഹരമാക്കുമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? എന്തായാലും നമുക്ക് കേൾക്കാം. ഓക്കെ, അപ്പോൾ മൈക്ക് കൈമാറുകയാണ്. ടീം തല്ലിപ്പൊളി റെഡിയാണ്. ഇവരുടെ ഒരു തകർപ്പൻ പാട്ട് കേൾക്കാം എന്നല്ലേ? ശരി. ഓക്കെ, അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് മാറാം. എന്തായാലും നല്ല അടിപൊളിയായിട്ട് തന്നെ ഒരു ടീം പാടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി അടുത്ത ടീമിന് പരിചയം. മിക്കവാറും അവാർഡ് തരും. അമ്മയ്ക്ക് തന്നു. അപ്പോൾ തല്ലിപ്പൊളിയുടെ പാട്ട് കേട്ടിട്ടുണ്ട്. എന്തായാലും നന്നായിരിക്കുന്നു എന്ന് തോന്നുന്നു അല്ലേ?
പക്ഷെ നമുക്ക് അത് അങ്ങനെ പറയാൻ പറ്റില്ല. കിടക്കാച്ചിയുടെ പാട്ടോടെ കേട്ടതിന് ശേഷം മാത്രമേ നമുക്കത് ജഡ്ജ്മെന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതെ അതെ. അപ്പോൾ കിടക്കാച്ചിയുടെ പാട്ടോടെ നമുക്ക് ആസ്വദിക്കാം. സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്തുവെച്ച രക്ഷകനെ സംഘാടകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോയി അണ്ണൻ വന്നാൽ കുന്തിട്ട് നില്ല് ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും ചൊല്ല് ഇവരെ തൊഴുവാനായും ജനത്തിരക്ക് കാലം എടുത്തു വെച്ച സ്വർഗം പോലും കിടുക്കാച്ചിട്ടിയും കിടുക്കിട്ടുണ്ടെന്ന് തന്നെ പറയാം. ഞങ്ങൾ ആവശ്യപ്പെട്ടത് പാട്ട് മാത്രം, പക്ഷെ നമുക്ക് പറയാതെ ഒരു ഡാൻസ് കൂടെ കിട്ടിയില്ലേ? അതെ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ എന്ത് തോന്നും? അപ്പോൾ ഒന്നുകൂടെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞാലും തരില്ല കേട്ടോ. ടീം തല്ലിപ്പൊളിയുടെയും കിടക്കാച്ചിയുടെയും 2 പെർഫോമൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു? പൊളിയായിരുന്നില്ലേ? പൊളിയായിരുന്നല്ലേ? പൊളിയായിരുന്നെന്നാണോ പൊളിയായിരുന്നെന്നാണോ? അടിപൊളിയായിരുന്നു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? സ്വന്തമായിട്ട് തന്നെ പുകഴ്ത്തിയിട്ടുണ്ടല്ലേ? പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ടീമാ. ഞാൻ ഈ ടീമിന്റെ എന്റെയും പ്രതീക്ഷ അത് തന്നെയാണ് കേട്ടോ. നിങ്ങൾക്കൂടെ കൈയടിക്കാം, എന്തായാലും പാവല്ലേ. ഓക്കെ, അപ്പോൾ ഇനി ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന ഒരു പ്രോഗ്രാം കൂടെ ഉണ്ട്. എന്താണെന്നെങ്കിൽ ആർക്കെങ്കിലും ഗസ് ചെയ്യാവോ? പറഞ്ഞാൽ അറിയാമെന്നാണ് പറയുന്നത്. നിങ്ങൾക്കറിയാവോ? താങ്ക്സ് ഒന്നുമല്ല, പ്രോഗ്രാം തീർന്നിട്ടില്ല. പാട്ടല്ല, അതൊന്നുമല്ല. എന്തായാലും നിങ്ങൾ വളരെ മനോഹരമായിട്ട് പാട്ടും നൃത്തമൊക്കെ വെച്ചില്ലേ? പക്ഷേ ഈ വെല്ലുവിളികളെല്ലാം സ്വീകരിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് മുന്നോട്ട് വന്ന ഒരു കൊച്ചുമിടിക്കുണ്ട് ഞങ്ങളുടെ കൂട്ടത്ത്. ആഗ്രഹം തോന്നില്ലേ നിങ്ങൾക്ക് ആ കുട്ടിയെ കാണാൻ വേണ്ടിയിട്ട്? കീബോർഡിൽ കരവിരുത് തീർക്കുന്ന ആ കൊച്ചു മിടിക്കിയെ വൈക ക്ഷണിക്കാവോ?
അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ വൈഗയുടെ പെർഫോമൻസ്? സൂപ്പറായിരുന്നല്ലേ? പക്ഷേ വേറൊരു കാര്യം കൂടെ ഉണ്ടോ, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ്. എന്താണെന്നല്ലേ, നമ്മൾ വൈഗ വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ. 3ാം ക്ലാസ്സുകാരിയാണ്, 8 വയസ്സായിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ തന്നെ പുള്ളി 60-ലധികം വേദികൾ പങ്കിട്ട് കഴിഞ്ഞിട്ടുണ്ട്. വളരെ നല്ലൊരു കാര്യമല്ലേ? എന്തായാലും വൈഗ മോൾ ഇനിയും വളരെ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം അല്ലേ? ഓക്കെ. അപ്പോൾ വൈഗ മോൾ എന്താണ് നമ്മുടെ GTയുടെ പ്രേക്ഷകർക്ക് വേണ്ടി പറയാനുള്ളത്? ഒരു ഹാപ്പി ഓണം പറഞ്ഞാലോ? പറഞ്ഞ ഒരു ഹാപ്പി ഓണം പറഞ്ഞേ. ഹാപ്പി ഓണം. ഓക്കെ, ഹാപ്പി ഓണം. GTV മെഗാ 2024 റൺ മാവേലി റണ്ണിൽ അടുത്ത പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു ഡാൻസ് ആണ്. എന്തായാലും നമുക്ക് ഈ ഡാൻസ് കൂടെ ഇതിനിടയ്ക്ക് ഒന്ന് കണ്ട് ആസ്വദിക്കാം അല്ലേ? ഓക്കെ, റെഡി? പാതിരാപ്പൂ വേണം, ആതിരാരാവു വേണം, പാതിരാപ്പൂ വേണം, ആതിരാരാവു വേണം, പാടിക്കളിക്കുവാനായാളിമാർ വേണം, തുഴക്കാരമ്പതു വേണം, തോണികളായിരം വേണം, കായലിലോളം തുള്ളും പാതിരാപ്പൂ വേണം, ആതിരാരാവു വേണം, പാതിരാപ്പൂ വേണം, ആതിരാരാവു വേണം, പാടിക്കളിക്കുവാനായാളിമാർ വേണം, തുഴക്കാരമ്പതു വേണം, തോണികളായിരം വേണം, കായലിലോളം തുള്ളും തിത്തിത്താരാ തിത്തിത്തൈ തിത്തൈ തകതൈ ദൈതോ, തിത്തിത്താരാ തിത്തിത്തൈ തിത്തൈ തകതൈ ദൈതോ, തിത്തിത്താരാ തിത്തിത്തൈ തിത്തൈ തകതൈ ദൈതോ, തിത്തിത്താരാ തിത്തിത്തൈ തിത്തൈ തകതൈ ദൈതോ. Come on now, follow my lead. Come on now, follow my lead. I'm in love with your body. I'm in love with your body. I'm in love with your body. Every day discovering something brand new. I'm in love with the shape of you. ഇത്ര നേരം പാട്ടൊക്കെ കേട്ട് അങ്ങ് എൻജോയ് ചെയ്തു. ഇനി കോമ്പറ്റീഷൻ ആയിട്ട് എന്തെങ്കിലുമൊക്കെ വേണ്ടേ?
വേണ്ടേ? കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെയുണ്ട് മീനു? നമ്മുടെ പ്രോഗ്രാമിൽ എന്തൊക്കെയുണ്ട് കോമ്പറ്റീഷൻ? എന്തെങ്കിലും ഇവരെ തമ്മിലൊന്ന് മുട്ടിപ്പിച്ചാലോ? അങ്ങനെ ഒന്ന് മുട്ടിപ്പിച്ചാലോ? നന്നായിട്ട് വിശക്കുന്നുണ്ട് എല്ലാവർക്കും. അപ്പോൾ ഫുഡൊക്കെ ഒന്ന് കഴിക്കണ്ടേ? പക്ഷേ ഈ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്താണ് ചെയ്യുന്നത്? മത്സരിക്കുന്നോ? ഫുഡിന് വേണ്ടി മത്സരിക്കുന്നതാണോ? വെള്ളം കുടിക്കുക. അപ്പം നമുക്കൊന്ന് വെള്ളം കുടിക്കല്ലേ? പക്ഷേ ഇത് നിങ്ങൾ വെള്ളം കുടിപ്പിക്കുകയല്ല, ഞങ്ങൾ നിങ്ങളെ വെള്ളം കുടിപ്പിക്കാൻ പോവാ. അപ്പോൾ റെഡിയല്ലേ? എല്ലാവരും റെഡിയല്ലേ? അപ്പോൾ 2 ടീമും റെഡിയാണ്. ഇനി ഞങ്ങൾ മത്സരത്തിലോട്ട് പോവുകയാണ്. ടീം 2 പേരും റെഡിയാണ്. ഓക്കെ അല്ലേ? എൻജോയ്. ഓക്കെ, നമ്മൾ ഗെയിമിലോട്ട് കടക്കുകയാണ്. നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു സംഭവമുണ്ട്. പക്ഷേ നിങ്ങൾ ആദ്യം വിചാരിക്കും ഇത് അത്തപ്പൂക്കളമാണെന്ന് വിചാരിക്കും. പക്ഷേ ഇത് അത്തപ്പൂക്കളമല്ല കേട്ടോ. ഇതിനകത്ത് നമ്മളൊരു സംഭവം വെച്ചിട്ടുണ്ട്. ഐസ് കട്ടയാണ്. എല്ലാവർക്കും കാണാമല്ലോ. വളരെ മനോഹരമായിട്ട് നമ്മളത് ചെയ്തിട്ടുണ്ട്. ഇതിൽ ആരാണ് കൂടുതൽ നിൽക്കുന്നത് അതാണ് ഇന്നത്തെ ചലഞ്ച് എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായില്ലേ? ഫസ്റ്റ് ടീമിനെ ക്ഷണിക്കാം. ടീം തല്ലിപ്പൊളി വന്നോ. ടീം തല്ലിപ്പൊളി ഇവിടെ റെഡിയാണ്. എന്തായാലും വെള്ളത്തിൽ നിന്നിട്ടുണ്ടല്ലോ. വെറും വെള്ളത്തിലല്ല, ഇത് കണ്ടായിരുന്നു എന്താണെന്ന്? കണ്ടല്ലോ. എത്ര നേരം നിൽക്കാൻ പറ്റും? 5 മിനിറ്റ്. എന്തായാലും ഒരു 2 മിനിറ്റെങ്കിലും നിൽക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ? എന്തായാലും അപ്പം തല്ലിപ്പൊളി നിന്ന് ആരാണ് ചങ്കുറ്റത്തോടെ ആരാണ് കടന്നു വരുന്നത്? ഓക്കെ, എന്തായാലും ഒന്ന് ടൈം ഇട്ടോ. ക്ലോസ് എടുത്തോ. ഒന്ന് എൻകറേജ് ചെയ്യേ നിങ്ങളുടെ ടീമിനെ. ഒന്ന് കൈയടിച്ച് സപ്പോർട്ട് ചെയ്തോ. എല്ലാ ചിന്തകളും മാറ്റി വെച്ച് നിൽക്കുകയാണ്. തണുപ്പൊന്നും അറിയാതെ. തണുക്കുന്നുണ്ടോ? ഇല്ല, തണുപ്പില്ല. ഐസ് കെട്ടല്ലേ? അത് ഐസ് കെട്ടാണല്ലോ. എന്ത് ടൈം ജസ്റ്റ് ഒന്ന് പറയാം. ആരെങ്കിലും ഒന്ന് ഓണാക്കി വെച്ചോ. 1:10. എത്ര മിനിറ്റായി കാണും? ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ സമയം നോക്കിക്കോളെ. അടുത്തല്ലേ സമയം നോക്കിയേ. ചെയ്ത പോലെ ഒന്നുകൂടെ കുഴപ്പമില്ല. എന്തായാലും ഒന്ന് പ്രോത്സാഹിപ്പിച്ചു. എന്താ എല്ലാവരും ബിസ്ക്കറ്റ് ഒന്നുമില്ല. എത്ര നേരം നിൽക്കാൻ പറ്റും? എന്തായാലും ഫുഡ് കഴിച്ചുകൊണ്ട് തണുപ്പിനെ വെല്ലുവിടുകയാണ്. ഇത് ഇരുമ്പാണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ. ഒന്ന് തണുപ്പുണ്ടോ ഒന്ന് തൊട്ടേക്ക് ഒന്ന് തണുപ്പുണ്ടോ നോക്കി. ബ്രില്യൻ്റ് ആണ് കേട്ടോ. തണുപ്പുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. ചേട്ടാ, എനിക്ക് ഡൗട്ട് ഉണ്ട്. ഇതിൽ തണുപ്പുണ്ടോ? അതാണ് ഞാനൊന്ന് തൊട്ടുപോയി. ഒന്ന് വേണം. നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ഐസ് ക്യൂബ് അങ്ങ് ആഡ് ചെയ്യായിരുന്നു. ആഡ് ചെയ്യണല്ലേ? ആഡ് ചെയ്യണ്ടേ? ഒരു മാറ്റവും ഇല്ലാതെ നിൽക്കുന്ന കേട്ടോ. മുഖത്ത് ഒരു മാറ്റവും ഇല്ല. ഒരു എക്സ്പ്രഷൻ ഇല്ലല്ലോ. ഇതിലും കടന്നു വരുമെന്നാ പറയുന്ന പുള്ളി. ഐസ് കുറവാണെന്ന് തോന്നണ. അത് ടീമിന്റെ പേരാണ്. രക്ഷയില്ലല്ലേ? എങ്ങനെയാണ് നിൽക്കുന്നു? നമുക്കൊന്ന് മാറ്റി പിടിച്ചാലോ? വേണം. എന്നാലും നമുക്ക് അടുത്ത ഒരാളിനെ ഒന്ന് നോക്കാവോ? നമുക്ക് കുറച്ചുകൂടെ ഐസ് ഒന്ന് ഇട്ടാലോ? ഒന്നുകൂടെ ഇടാം. അതുകൂടെ എടുത്തുള്ളൂ. എന്തായാലും തണുപ്പ് കുറവാണെന്ന് തോന്നുന്നു. നമ്മൾ ഒരു ഐസ് കട്ടോടെ ഇതിൽ ആഡ് ചെയ്യണം കേട്ടോ. എന്തായാലും വലത് കാല് വെച്ച് കേൾക്കും. ഇനി എന്തായാലും ഒന്ന് പ്രോത്സാഹിപ്പിച്ചോ. ആരെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്തോ. സപ്പോർട്ട് ചെയ്തേ. ഇതിൽ എത്ര നേരം നിൽക്കുമെന്ന് നമുക്ക് നോക്കാം. ഐസ് കട്ടെല്ലാം ചവിട്ടി പൊട്ടിച്ചിട്ടുണ്ട്. റെഡി. ഇല്ല, ബക്കറ്റ് പൊട്ടിയിട്ടില്ല. ഐസ് മാത്രമേ പൊട്ടിയിട്ടുള്ളൂ. കുഴപ്പമില്ല. അടുത്തൊരാൾ കയറി. തല്ലിപ്പൊളിയിൽ നിന്ന് വീണ്ടും ഒരാൾ കയറിയിട്ടുണ്ട്. കാണിക്കുന്ന രീതി ആ കാലൊന്നും കാണിച്ചോടാ. ഇവർക്ക് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാവും. ഐസ് കട്ടയിൽ ചവിട്ടുകയാണോ ഇല്ലയോ? ഒന്ന് കയറ്റി പ്രോത്സാഹിപ്പിച്ചോ. ഇതുപോലല്ലേ? ഒരു കുഴപ്പമില്ല. വെള്ളത്തിൽ നിർത്താൻ പാടില്ല.
ഐസ് കട്ടയിൽ നിന്ന് നർത്തനമാടുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഐസ് കട്ടയിൽ നിന്ന് നർത്തനം ചെയ്യുന്ന ഒരാളിനെ? അതെ നമ്മുടെ ടീമിന്റെ ഒരു കഴിവാണ്. JD ഗോവൻ സാറിന്റെ ഫ്ലോട്ട് കണ്ടിട്ടുണ്ടോ കറങ്ങുന്നത്? എന്താ അതാണ് സംഭവം. എന്താ അപ്പൊ ഓക്കെ അല്ലേ? സെറ്റില്ലേ? ഹാപ്പി അല്ലേ? ഇവിടെ ഒന്നും പ്രതീക്ഷിച്ച പോലെ റിയാക്ഷൻസ് ഒന്നും ഇല്ലല്ലോ ചേട്ടാ. ഇവരൊക്കെ ഇതും കടന്നു വരുമെന്നോ? ചെറിയൊരു റിയാക്ഷൻ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ മുഖത്തതാ ബിസ്ക്കറ്റൊക്കെ തീർന്ന് ഒന്ന് വന്നോ. സോണാരെ തണുക്കുന്നുണ്ടോ? ആ നീ കുറച്ച് ടൈം കൂടെ. എത്ര ടൈം? ഞാൻ പോണേന് തണുപ്പില്ലേ? ഒരു രക്ഷയില്ലേ ഇത്? രക്ഷയില്ലെന്നാ? രക്ഷപ്പെട്ട അത്രയും നല്ലതെന്ന് പറഞ്ഞ് ഞാൻ എടുത്തു വെച്ച് ചാടും. അപ്പടി പോടെ ബെസ്റ്റ്. ടീമിന്റെ പവർ ഉണ്ടോ? ഇതാണ് നമ്മുടെ ടീമിന്റെ പവർ. കമോൺ കമോൺ. അപ്പടി പോട് പാട്. എത്ര ഉണ്ടായി? എന്തായാലും അടിപൊളിയല്ലേ ടീം? ചേട്ടാ ഇതിങ്ങനെ പോയാ ശരിയാവത്തില്ല. നമുക്ക് എന്തെങ്കിലും ഒരു തീരുമാനം. അത് മാറ്റാന്നില്ലേ? നിർത്തിയ എന്തായാലും തല്ലിപ്പൊളി ഭയങ്കര സംഭവമായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്കൊരു ഡൗട്ട് ഉണ്ടോ ഈ ഐസ് കട്ടിൽ നിന്ന് പാട്ട് പഠിക്കാൻ പറ്റുന്നത്? ഞാനും പണ്ട് ഐസ് കട്ടിൽ നിന്നേ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ സോണി? ഐസ് കട്ടിൽ നിന്ന് പാട്ട് പഠിക്കാൻ പറ്റുമോ? എന്തായാലും 4 ഉണ്ടായില്ലേ? കറക്റ്റ് 4 മിനിറ്റ് നിന്നിട്ടുണ്ടോ? അപ്പൊ നമുക്ക് അടുത്ത ടീമിനെ ഒന്ന് വിളിച്ചാലോ? അടുത്ത ടീം റെഡിയല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ടീമിനെ ഒന്ന് നോക്കിയോ? വന്നു. ഓക്കെ. തല്ലിപ്പൊളി ടീം വളരെ ഗംഭീരമായിട്ട് തന്നെ ഇത് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് 4 മിനിറ്റാണ് അവർ നിന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെ മറികടക്കാൻ വേണ്ടി നമ്മുടെ അടുത്ത ടീം വന്നിട്ടുണ്ട്. ടീം കിടക്കാച്ചി. ക്ഷണിക്കുന്നത് നിങ്ങൾ ചങ്കുറ്റമുള്ള ഒരാൾ മുന്നോട്ട് വരിക. ചങ്കുറ്റമുള്ള ഒരാൾ മുന്നോട്ട് വരിക. ചങ്കുറ്റത്തോടെ വലത് കാല് വെച്ച് കയറിക്കും. ഒന്ന് പ്രോത്സാഹിപ്പിക്കൂ. സ്വന്തം ടീമാണ്, പ്രോത്സാഹിപ്പിക്കൂ. സ്വന്തം ടീമാണ്, പ്രോത്സാഹിപ്പിക്കൂ. വേറെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഗോപി? എനിക്ക് ഇതിൽ നിന്നിട്ട് ഒന്നും തോന്നുന്നില്ല. ഒരു പാട്ടായാലോ? സെറ്റല്ലേ? അല്ല എന്തെങ്കിലും ഒരു പാട്ട് പഠിക്കും. അല്ല എന്തെങ്കിലും ഒരു പാട്ട് പഠിക്കും, കുഴപ്പമില്ല. പഴയ കാര്യങ്ങൾ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ഒന്നും വരുന്നില്ല. പുതിയ കാര്യങ്ങളോ? ഒന്നും വരുന്നില്ല. ഒരു കാര്യം ഓർമ്മയില്ല. ബോധം പോയെന്ന് തോന്നുന്നു ടൈം നിന്നപ്പോ. എന്ത് വെച്ച് ആ നിലവിളി ശബ്ദം വന്നിട്ടാവും. ഉന്നാൽ മുടിയും തമ്പി എന്നാണ്. നാല് മിനിറ്റ് മറികടക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? കിടക്കും. അത് ഏതൊരു പാട്ടിന്റെ രാഗില്ലേ? അത് ഏത് പാട്ടാണെന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാവോ? ട്രിക്ക് പറയുന്നുണ്ടല്ലോ. ഐസ് കട്ടയുടെ പുറത്ത് ചേട്ടനാണ് പറയുന്നത്. വേറെ എന്തെങ്കിലും പറഞ്ഞുണ്ടോ? വീട്ടിലാരൊക്കെ ഉണ്ട്? സുഖമല്ലേ? എല്ലാവർക്കും സുഖമല്ലേ? ഹാപ്പി അല്ലേ? എക്സാം ഒക്കെ കഴിഞ്ഞോ? എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല, നന്നായിരുന്നു. ഐസ് കട്ടയെ കുറിച്ച് എന്ത് പറയാൻ തോന്നുന്നു? നല്ല തണുപ്പുണ്ടോ? ഐസ്ക്രീം കഴിക്കാറുണ്ടോ? അതാണ് സംഭവം കേട്ടോ. ഐസ്ക്രീം കഴിക്കാറുണ്ടോ? അതാ സംഭവം. ഓ കാലെടുക്കാൻ പാടില്ല കേട്ടോ. അത് ഫോളോ ആണ്. കാലെന്തെങ്കിലും പറ്റില്ല. ജമ്മു കാശ്മീരിലാണോ ജനന? വെല്ലുവിളികളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് ഏതൊക്കെ പാട്ട് പാടുന്ന കേട്ടോ. ഒരു രക്ഷയില്ല. ചേച്ചി കുട്ടൻചാണ്ട ഫോട്ടോ വല്ലതും ഉണ്ടോ? അല്ല കല്യാണത്തിന്റെ വല്ല ഫോട്ടോ? അല്ല നിങ്ങൾ ഇതിനു മുമ്പ് എന്തെങ്കിലും എടുത്ത ഫോട്ടോ? ചേച്ചി വേറെ മൂട്ട.
ഇതൊക്കെ മിക്കവാറും സെൻസർ കട്ട് ചെയ്യുന്നത്. മന്ത്രവാദിയുടെ പക്ഷെ അത് സംഭവമാണ് കേട്ടോ. ശാലു അനങ്ങുന്നില്ല, മിക്കവാറും ഐസ് കട്ടിട്ട് എങ്ങനെയാണ് നിൽക്കുന്നത്. ഇത് ഐസ് കട്ടയിലാണ് നിൽക്കുന്നത്. കൺട്രോൾ പോയി എത്ര മിനിറ്റായി കാണും? അതിന് 3 മിനിറ്റ് ആയതേ ഉള്ളൂ. അയ്യോ 3 ഉള്ളൂ. ഇനി 10 മിനിറ്റ് 3 മിനിറ്റേ ഉള്ളൂ. ലാൽ സലാം പറയണം കേട്ടോ. ലാൽ സലാം പറയണം. ഇത് യാസനല്ലേ ഡാൻസ്? പുള്ളി ഡാൻസ് കളിക്കണം. എന്തായാലും ഒന്ന് പ്രോത്സാഹിപ്പിച്ചേ. ആ പറ്റും. ഓക്കെ മാറി. ഇനി നിൽക്കുന്നതിൽ ആരെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ടോ? 2 പേരേ ഉള്ളൂ. എങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ആസ്വദിക്കാം കേട്ടോ. ഇതാ കിടുക്കാച്ചി ടീമിലെ ആണൊരുവൻ കയറിയിരിക്കുകയാണ്. ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചോ. പട്ടാളം പുരുഷോത്തമ സിനിമയിലെ പട്ടാളം പുരുഷൻ. ഇത് ഏത് മൂടില്ല. ഏതെങ്കിലും ഒരു പാട്ട് പാടാവോ? ഓ കൊള്ളാം. അടുത്ത ഗെയിമിലേക്ക് പോകുന്നു. ഏതൊക്കെയോ എന്തായാലും വളരെ മനോഹരമായിരുന്നു. കിടക്കാച്ചി ടീമാണ് ഏറ്റവും കൂടുതൽ മുന്നിട്ട് കൂടുതലായിട്ട് അടിപൊളിയായിട്ട് ചെയ്തായിരുന്നു അവര്. എന്തായാലും കിടക്കാച്ചി ടീമിന് നല്ലൊരു കൈയടി. ഉണ്ണുവാൻ വിളമ്പണം ഓണമൊത്തിരിയുണ്ടവർ അതൊന്നു ചൊല്ലുകേ. ഓണമെങ്ങനെയുണ്ണണം ഉണ്ണുവാൻ വിളമ്പണം ഓണമൊത്തിരിയുണ്ടവർ അതൊന്നു ചൊല്ലുകേ. പപ്പടം പഴം ഉപ്പിട് തൂശനിലത്തൻ തുമ്പില് ശർക്കര ഉരുട്ടി മുപ്പേരിയും തൊട്ടിറമ്പില്. ആ പപ്പടം പഴം ഉപ്പിട് തൂശനിലതൻ തുമ്പില് ശർക്കര ഉരുട്ടി മുപ്പേരിയും തൊട്ടിറമ്പില്. മാങ്ങാച്ചറിപ്പുറം ഇഞ്ചിക്കറിക്കപ്പുറം നാരങ്ങ വെച്ചതും തോരനും ഇട്. ആ മാങ്ങാച്ചറിപ്പുറം ഇഞ്ചിക്കറിക്കപ്പുറം നാരങ്ങ വെച്ചതും തോരനും ഇട്. അപ്പോൾ നമുക്ക് അടുത്ത ഗെയിമിലോട്ട് പോയാലോ? ഓക്കെ പോവല്ലേ? അപ്പോൾ നമ്മൾ അടുത്ത ഗെയിമിലോട്ട് പോവുകയാണ്. ഓക്കെ, ഇത് നമ്മളെ 2 ടീമിൽ നിന്ന് 2 പേര് വെച്ചിട്ടാണ്. അപ്പോൾ ഇത് ചാക്ക് റൈസ് ആണ്. നേരെ ചാക്കി കയറിയിട്ട് ഈ ബോർഡർ ക്രോസ് ചെയ്ത് ആരാണ് ഫസ്റ്റ് വരുന്നോ അവരായിരിക്കും ഇതിന്റെ വിന്നർ. നമ്മുടെ ടീം ക്രമീകരിച്ചിരിക്കുന്നത് കിടക്കാച്ചിയിൽ നിന്ന് 2 പേരും തല്ലിപ്പൊളിയിൽ നിന്ന് 2 പേരുമാണ്. ഇവർ തമ്മിലുള്ള മത്സരമാണ് നമ്മൾ ഇനി കാണുവാൻ പോകുന്നത്. വാശിയേറിയ മത്സരത്തിന്റെ 1ാം ഘട്ടം കഴിഞ്ഞിരിക്കുകയാണ്. 2ാം ഘട്ടത്തിലേക്ക് സ്വാഗതം. വീണ്ടും നമ്മുടെ ടീമിനെ സ്വാഗതം ചെയ്യുന്നു. One, two,
3 start. മത്സരത്തിൻ്റെ മൂന്നാം ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ ഇതിന് ഒരു പ്രത്യേകതയുണ്ട്. എന്തെങ്കിലും കാണാമോ? എന്തെങ്കിലും പറയാമോ? എന്താണ് ഇതിൻ്റെ പ്രത്യേകത? തല്ലിപ്പൊളി ടീമിന് വേണ്ടി ആജാനുബാഹുവായ ഒരു മത്സരാർത്ഥിയെ ഞങ്ങൾ ഇറക്കിയിരിക്കുകയാണ്. എന്തായാലും ഒറ്റ ചാട്ടത്തിൽ തന്നെ ജയിക്കുമെന്നാണ് തോന്നുന്നത്. നമുക്ക് കണ്ടു തന്നെ അറിയാം. വാശിയേറിയ മത്സരം. ഓക്കെ, റെഡിയല്ലേ? നിങ്ങൾ റെഡിയല്ലേ? ആ, റെഡി. റെഡി. टाइगर വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചതാ. ചാക്കിൾ റേസിൻ്റെ അവസാന ഘട്ടമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. എന്തായാലും എല്ലാ ടീം മെമ്പേഴ്സും ഉണ്ട്. ഇതിൽ ആരാണ് ജയിക്കുന്നത്? ഇവരാണ് നമ്മുടെ ഈ ഗെയിമിൻ്റെ ഫസ്റ്റ് വിന്നർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. అయ్యారెట్టు పల్లికారి నాదు దనితో అయ్యారెట్టు పల్లికారి నాదు దనితో ఐరమీన్ కన్ను కారి నాదు దనితో ఐరమీన్ కన్ను కారి నాదు దనితో నాదు దానితో నాదు దానితో నాదు దానితో. അടുത്ത ഗെയിമിലോട്ട് കിടക്കാം. എൻ്റെ കയ്യിൽ ഒരു ബലൂണും ഒരു ഗ്ലാസ്സും ഉണ്ട്. അപ്പോൾ ഇത് കാണുന്ന പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എന്താണെന്ന് കറക്റ്റ് ഒന്ന് പറഞ്ഞു തരുന്നതാണ്. മീനു, എന്താണെന്ന് ഇതൊന്ന് പറയാമോ? ഇതാണ് സംഭവം. നമ്മുടെ മീന് കാണിച്ചു തരും. ഇത് ഈ ബലൂൺ ഇങ്ങനെ ഈ കാണുന്നത് പോലെ കപ്പിന് താഴെ വീഴാൻ പാടില്ല. ഇതിനെ കൊണ്ട് അടുത്ത പ്ലേസിലോട്ട് വെക്കുക. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. 1 2 3 സ്റ്റാർട്ട്. ലാസ്റ്റ് ഗെയിമില് ഒരേ ടീമിലെ 2 പേരാണ് ജയിച്ചിരിക്കുന്നത്. നമ്മുടെ ടീം കിടുക്കാച്ചി ടീം. GTV മെഗാ 2024 റൺ മാവിലി റണ്ണിൻ്റെ
ഏറ്റവും പ്രത്യേകതയുള്ള ഒരു മത്സരമാണ് വടംവലി മത്സരം. ഓണത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ മത്സരമായിട്ടാണ് നമ്മൾ കേരളീയരെല്ലാം ഇതിനെ കാണുന്നത്. എന്താ ശരിയല്ലേ? അതെ. അപ്പോൾ നമുക്ക് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ നമ്മുടെ എല്ലാവരും റെഡിയാണ്, ആർട്ടിസ്റ്റ് എല്ലാവരും റെഡിയാണ്. ചെയ്യാവോ? റെഡിയല്ലേ? നിങ്ങൾ ഓക്കെ അല്ലേ? റെഡി? 1 2 3 സ്റ്റാർട്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ഒരു ഘട്ടം കഴിഞ്ഞു. ഇനി നമ്മൾ ടീമിനെ സ്പ്ലിറ്റ് ചെയ്തൊക്കെയാണ്. സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഓക്കെ അല്ലേ? ടീം ഓക്കെ അല്ലേ? ഓക്കെ, റെഡി? വാശിയേറിയ വടംവലി മത്സരത്തിൽ വിജയിച്ചത് എൻ്റെ ടീമാണ്. മറ്റാരുമല്ല. ആരാണ്? ഓ, കൂടുതൽ നിങ്ങൾ ജയിച്ചെന്ന് പറഞ്ഞാൽ അർമാദിക്കൊന്നും വേണ്ട. അധികം ജയിച്ചത് ഞങ്ങളുടെ ടീം അല്ലേടാ. GTV മെഗാ 2024 റൺ മാവേലി റണ്ണിലെ അടുത്ത പ്രോഗ്രാമിലേക്ക് നമ്മൾ പോവുകയാണ്. ഇത്രയും നേരം നടന്ന എല്ലാ പ്രോഗ്രാമും എല്ലാവരും വളരെയധികം ആസ്വദിച്ചു എന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത പ്രോഗ്രാം എന്താണെന്നല്ലേ? എന്താണ്? ഒരാള് പുറകിൽ നിൽക്കും, എന്നിട്ട് ഫ്രണ്ടിൽ നിൽക്കുന്ന ആളുടെ കണ്ണ് പൊത്തിയിട്ട് കുറേ പ്രാവശ്യം ഇങ്ങനെ കറക്കി വിടും, എന്നിട്ട് ഇങ്ങനെ മൂവ് ചെയ്ത് വിടും. ആരാ ഫസ്റ്റ് പോകുന്നതെന്ന് വെച്ചാൽ അവരായിരിക്കും വിന്നർ. ഓക്കെ, എന്തായാലും നമുക്ക് വളരെയധികം ഭംഗിയായിട്ട് തന്നെ ഈ ഗെയിമിനെയും ആസ്വദിക്കാം. ഓക്കെ, റെഡി? റെഡി? 1 2 3 സ്റ്റാർട്ട്. GTV മെഗാ 2024 റൺ മാവേലി റണ്ണിൻ്റെ ഇന്നത്തെ നമ്മുടെ GTVയുടെ പ്ലാറ്റ്ഫോം റെഡിയാക്കി തന്നത് റോയൽ ഡേ വെഡ്ഡിംഗ് ഇവൻറ്റ്സ് ആണ്, അല്ലേ മീനു? അതെ.
അവരുടെ ഈവൻറ്റ്സ് നമുക്ക് വില കുറച്ചും നല്ല രീതിയിലുമാണ് നമുക്ക് ചെയ്തു തരുന്നത്. അപ്പം നിങ്ങൾക്കും എന്തെങ്കിലും ഈവൻറ്റ് വർക്കുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ താഴെ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അവർ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. ഇവർ എല്ലാത്തരം ഇവന്റ് കവർ ചെയ്യുന്നുണ്ട്. വെഡിങ് എല്ലാ പ്രോഗ്രാം, സേവ് ദി ഡേറ്റ്, വെഡിങ്, ഒരുപാട് പാലുകാച്ച്, അങ്ങനെയുള്ള നിരവധി കാറ്ററിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ സംഭവങ്ങളും അവർ വളരെയധികം റേറ്റ് കുറച്ചിട്ടാണ് ചെയ്യുന്നത്. എന്തായാലും കോൺടാക്ട് ഇവിടെ നമ്പർ നമ്മൾ ഒന്നുകൂടെ ഇവിടെ കൊടുക്കുകയാണ്. എന്തായാലും നിങ്ങളുടെ എന്താവശ്യത്തിനും നിങ്ങളുടെ ആഗ്രഹങ്ങൾ എല്ലാം സാക്ഷാത്കരിക്കാൻ വേണ്ടി നമ്മുടെ റോയൽ ഡേ വെഡിങ് ഇവൻറ്റ്സിനെ സമീപിക്കുക. GTV മെഗാ 2024 റൺ മാവേലി റണ്ണിൻ്റെ ഈ പ്രോഗ്രാം തൽക്കാലം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. എന്തായാലും ഈ പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എന്തായാലും നിങ്ങൾ എന്തായാലും നല്ല ഹാപ്പി ആയിരുന്നല്ലേ? രണ്ട് ടീമും ഹാപ്പി ആയില്ലേ? അപ്പം നമ്മുടെ ഈ പ്രോഗ്രാമിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്താണ്? ഓണം ഈ തിരുവോണം നാളില് GTVയുടെ ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് ഇത്രയും പെർഫോം ചെയ്യാനും അടിച്ചു പൊളിക്കാനും ഓണം ആഘോഷിക്കാനും ഒക്കെ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ട്. ഏതായിരുന്നാലും എല്ലാവർക്കും ഹാപ്പി ഓണം. തിരുവോണം നാളായിട്ട് ഇന്നെനിക്ക് നല്ലപോലെ കളിക്കാൻ പറ്റി. എന്തായാലും നമ്മളെ ടീം നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ടീം ജയിച്ചിട്ടുണ്ട്, എൻജോയ് ചെയ്തിട്ടുണ്ട്. അവർ തോറ്റെങ്കിലും കുഴപ്പമില്ല, അവർ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്താണ് കളിച്ചത്. പിന്നെ ഇന്നത്തെ ദിവസം എനിക്ക് നല്ലൊരു വെള്ള പാൻ്റായിരുന്നു. തിരിച്ചു പോകുമ്പോൾ ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിയാൻ വയ്യ. തിരിച്ച് കാണിച്ചത് ഇതേപോലെയൊക്കെയാണ് ഞാൻ തിരിച്ച് വീട്ടിൽ പോകുന്നത്. എന്തായാലും ഞാൻ നല്ലപോലെ എൻജോയ് ചെയ്യും. എന്തായാലും കഷ്ടപ്പാടിന് ഒരു പ്രതിഫലമുണ്ട്. അത് നമ്മൾ അടുത്ത് പറയുന്നതായിരിക്കും. ഇപ്പം നോക്കണ്ട, നമ്മൾ പറഞ്ഞോളാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ടീമിൻ്റെ വിശേഷം നോക്കാം. ക്യാപ്റ്റൻ എന്ന് തന്നെ പറയാം അല്ലേ? ഓക്കെ, എന്താണ് നമ്മുടെ ഈ പ്രോഗ്രാം എങ്ങനെ എൻജോയ് ചെയ്യും? മൈക്ക് വെച്ചോ. തല്ലിപ്പൊളി ടീമാണത്. പിന്നെ മത്സരങ്ങളെല്ലാം നമ്മൾ ഇഷ്ടപ്പെട്ടു, നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. ഈ തിരുവോണത്തിൽ നമ്മൾ എൻജോയ് ആണ് അല്ലേ? എല്ലാവരും ഹാപ്പിയാണ്. ആ ടീമിൽ വലിയൊരു TV ഒക്കെ പോയെങ്കിലും കുഴപ്പമില്ല. വിഷമമില്ല ഗൈസ്. നമുക്ക് TV വേണ്ട, ഫസ്റ്റ് പ്രൈസ് ഒന്നും വേണ്ട. പക്ഷെ നമ്മൾ എൻജോയ് ചെയ്തു. ഓക്കെ, എല്ലാവരും ഹാപ്പിയാണ്. ബാഹുബലി വേണ്ടി മാത്രമുള്ള എൻ്റെ നല്ല കൂട്ടുകാർ, നല്ല ടീം മെമ്പേഴ്സ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് GTVയുടെ ഈ പ്രോഗ്രാമിന് പറഞ്ഞത്. എന്തുകൊണ്ടും എനിക്ക് നല്ല രീതിക്ക് നല്ലപോലെ പെർഫോം ചെയ്യാൻ സാധിച്ചു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നല്ലപോലെ സാധിച്ചിട്ടുണ്ട്. കാരണം പറയാൻ പാടില്ല, നമ്മുടെ മത്സരമല്ലേ, അപ്പൊ അത് കാണാവോ. പിന്നെ തവളച്ചാട്ടത്തിൽ നല്ല രീതിക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ചാക്കുചാട്ടം, തവളച്ചാട്ടല്ല ചാക്കുചാട്ടം. എന്തായാലും ജയിച്ച ടീമിന് നമ്മൾ ജയിച്ചു. എന്നാലും നമ്മൾ വിട്ടുകൊടുത്തിരിക്കുന്നു. അതിന്റെ പേര് എല്ലാവർക്കും എന്താ പറയാ, എന്റെ ഇതിലെ ഹാപ്പി ഓണം. GTV മെഗാ 2024 റൺ മാവേലി റണ്ണിലെ ഫസ്റ്റ് പ്രൈസ് ആരാണെന്ന് എന്തായാലും പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ടീം കിടക്കാച്ചി, അവർക്ക് നല്ലൊരു സമ്മാനം കൊടുക്കുന്നുണ്ട്. എന്തായാലും വളരെ ഹാപ്പി. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല, ഹാപ്പി അല്ലേ? എന്തായാലും അപ്പോൾ നമ്മൾ ഈ വലിയൊരു ഗിഫ്റ്റ് ഇവർക്ക് കൈമാറുകയാണ്. എന്തായാലും റെഡി അല്ലേ? ഒന്ന് കൈയടിച്ച് സപ്പോർട്ട് ചെയ്തേ. പിടിച്ചോളൂ. GTVയുടെ ഈ വലിയൊരു പ്രോഗ്രാം കണ്ട് ആസ്വദിച്ചുകൊണ്ടിരുന്ന നമ്മുടെ GTVയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഹാപ്പി ഓണം. ആർക്കോ